നമസ്കാരം. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. ഭാഗം 18 അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. ഭാഗം 18 അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. രാഷ്ട്രപതിക്ക് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം? 3. രാഷ്ട്രപതിക്ക് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം? 3. ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കടപ്പാട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കടപ്പാട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. വിദേശ ആക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. വിദേശാക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ആർട്ടിക്കിൾ 352 പ്രകാരം. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം. ആർട്ടിക്കിൾ 356 പ്രകാരം ആദ്യമായി മന്ത്രിസഭ പിരിച്ചുവിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. 1959 ജൂലൈ 31 EMS മന്ത്രിസഭ. ആർട്ടിക്കിൾ 356 പ്രകാരം ആദ്യമായി മന്ത്രിസഭ പിരിച്ചുവിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. 1959 ജൂലൈ 31 EMS മന്ത്രിസഭ. കേരളത്തിൽ ഇതുവരെ 7 തവണ ഏർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ 7 തവണ ഏർപ്പെടുത്തി. ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് പഞ്ചാബ് 1951 ജൂൺ 20. 1953 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് മുൻപ്. ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് പഞ്ചാബ് 1951 ജൂൺ 20. വിദേശ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്നു ആർട്ടിക്കിൾ 356. വിദേശ ആക്രമണങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും സംസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 356. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്നത് സായുധ കലാപം എന്നാക്കി മാറ്റിയത്. ആംഡ് റിബല്യൻ. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്നത് സായുധ കലാപം എന്നാക്കി മാറ്റിയത്. ആംഡ് റിബല്യൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962. 1962 ദേശീയ അടിയന്തരാവസ്ഥ കാരണം ചൈനയുമായുള്ള യുദ്ധം. ആർട്ടിക്കിൾ 352 പ്രകാരം. 1962 ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം ചൈനയുമായുള്ള യുദ്ധം. ആർട്ടിക്കിൾ 352 പ്രകാരം. പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. തുടങ്ങിയ വർഷം 1962, അവസാനിച്ചത് 1968. പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. തുടങ്ങിയ വർഷം 1962, അവസാനിച്ചത് 1968. 1971 ദേശീയ അടിയന്തരാവസ്ഥ. രണ്ടാമത്തെ 1971 ദേശീയ അടിയന്തരാവസ്ഥ. കാരണം പാകിസ്ഥാനുമായുള്ള യുദ്ധം. ഇന്ത്യ പാകിസ്ഥാൻ വാർ. ആർട്ടിക്കിൾ 352 പ്രകാരം. കാരണം പാകിസ്ഥാനുമായുള്ള യുദ്ധം. പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി വി ഗിരി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. തുടങ്ങിയ വർഷം 1971 ഡിസംബർ. അവസാനിച്ചത് 1977 മാർച്ച്. ഇതിന്റെ ഫലമായാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി വി ഗിരി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. തുടങ്ങിയ വർഷം 1971 ഡിസംബർ. അവസാനിച്ചത് 1977 മാർച്ച്. ഇതിന്റെ ഫലമായാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. മൂന്നാമത്തെ ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പിൻവലിച്ചത് 1977 മാർച്ച് 21. ആക്ടിംഗ് പ്രസിഡന്റ് BD ജെട്ടി. പിൻവലിച്ചത് 1977 മാർച്ച് 21. പ്രധാന കാരണങ്ങൾ. അന്ന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി. രാജ്യത്ത് വിപുലമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു.
രാജ്യത്ത് വിപുലമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഇതിനെ തുടർന്ന് ആഭ്യന്തര കലാപം എന്ന പേരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ കാലത്ത് പത്രസ്വാതന്ത്ര്യം നിർത്തിവച്ചു. അടിസ്ഥാനാവകാശങ്ങൾ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്തു. നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഉദാഹരണം ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി എന്നിവരെ തടവിലാക്കി. ജൂൺ 25 ഇപ്പോൾ സംവിധാൻ ഹത്യാ ദിവാസ് കോൺസ്റ്റിറ്റ്യൂഷൻ അസാസിനേഷൻ ഡേ ആയി ആചരിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 360 പ്രകാരം. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 2 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? അനിശ്ചിതകാലം. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അടിസ്ഥാനാവകാശങ്ങളിൽ ഏതാണ് നിർത്തിവെക്കുന്നത്? ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യാവകാശങ്ങൾ. ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ 20, 21 ഒഴികെ പ്രസിഡന്റ് റദ്ദു ചെയ്യുന്ന ആർട്ടിക്കിൾ 359 പ്രകാരം. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ 20ഉം 21ഉം ഒഴികെ പ്രസിഡന്റ് റദ്ദു ചെയ്യുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരം. അടിയന്തരാവസ്ഥ വ്യവസ്ഥ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? വെയ്മർ ഭരണഘടന, ജർമ്മനി. അടിയന്തരാവസ്ഥ വ്യവസ്ഥ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? വെയ്മർ ഭരണഘടന, ജർമ്മനി. കേരളത്തിലെ പ്രസിഡന്റ്സ് റൂൾ. ആർട്ടിക്കിൾ 356 സംഭവങ്ങൾ. 1. 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ടത് പ്രഥമ ഇടതു സർക്കാർ. 2. 1964 രാഷ്ട്രീയ അസ്ഥിരത. 3. 1965 നിയമസഭ പിരിച്ചുവിട്ടത് രാഷ്ട്രീയ അസ്ഥിരത. 4. 1969 രാഷ്ട്രീയ പ്രതിസന്ധി. 5. 1970 രാഷ്ട്രീയ അസ്ഥിരത. 6. 1979 മന്ത്രിസഭ പിരിച്ചുവിട്ടത് രാഷ്ട്രീയ പ്രതിസന്ധി. 7. 1980 രാഷ്ട്രീയ പ്രതിസന്ധി. താങ്ക് യു.